മറയൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറികൾ പോകുന്നത് നേരെ തമിഴ്നാട്ടിലേക്കാണ്. തുച്ഛമായ വില നൽകിയാണ് ഇടനിലക്കാർ ഈ പച്ചക്കറി തമിഴ്നാട്ടിലെത്തിക്കുന്നത്. അവിടെ നിന്നും കേരളത്തിലെത്തുമ്പോഴുള്ള വില വ്യത്യാസമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പം നിലവിൽ ഓണ സീസൺ ആയിരുന്നു. പച്ചക്കറിക്കൊക്കെ എന്ത് വില ഇവിടെ കിട്ടുന്നു? പച്ചക്കറിക്കൊക്കെ ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന വില, ഈ ബീൻസ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടുന്ന ബീൻസാണ്. ബീൻസ് എന്ന് വെച്ചാൽ അതിന് 3 വെറൈറ്റി ഉണ്ട്. ഒരു ബീൻസിന് വന്നിട്ട് എപ്പോഴും ഇടുന്ന ബീൻസിന് കിട്ടുന്ന വില 12 രൂപ ഇപ്പോൾ കിട്ടുന്നത്. നേരത്തെ ആദ്യത്തെ ഓണത്തെ വരുമ്പോൾ 35 രൂപ, 35 രൂപ, 38 രൂപ അതിൻ്റെ മേലിലുണ്ടായിരുന്നു. ഈ ഓണത്തിന് ഇത്ര കുറഞ്ഞു പോയാൽ മൊത്തം കൃഷിയിട്ടിരിക്കുന്ന മൊത്തം ബീൻസാണ്. ഇപ്പം നിലവിൽ കിട്ടുന്ന 12 രൂപയേ ഉള്ളൂ. അത് ഇടനിലക്കാർ എങ്ങനെയാണ് എടുക്കുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 12 രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകും. പിന്നെ നാട്ടിൽ പോയി മറ്റു 30 രൂപയ്ക്ക് 50 രൂപയ്ക്ക് വിൽക്കും. അതൊക്കെ നമുക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ വീണ്ടും വന്ന് നമുക്ക് കൊടുക്കുന്ന റേറ്റ് വന്നിട്ട് ഞങ്ങളുടെ നാട്ടുകാർ പോയി കടയിൽ വാങ്ങിക്കുമ്പോൾ 50 രൂപ 60 രൂപ ആയി പോകും ഒരാഴ്ച കഴിഞ്ഞിട്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ 12 രൂപയ്ക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പോയി വിറ്റ് കൊണ്ടുവന്ന് പോകാത്ത പൈസ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് പച്ചക്കറി എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ തമിഴ്നാട്ടിലൊക്കെ പോകുന്നത്, മധുര, ഉടുമല, അങ്ങനെ പല സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ നിന്നാണ് തിരിച്ച് കേരളത്തിലേക്ക്? അവിടെ നിന്നാണ് തിരിച്ച് കേരളത്തിൽ വരുന്നത്. മൂന്നാറിലൊക്കെ വരുന്ന മൊത്തം ഒന്നിച്ച് വരുന്ന മൊത്തം നമ്മുടെ തമിഴ്നാട് പച്ചക്കറിയാണ്. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. കാന്തളൂരിൽ നിന്ന് പോകുന്നത് ഉടുമ്പൽപാട്ട അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് മൊത്തം ഒന്നിച്ച് പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ 60 രൂപ 70 രൂപ ബീൻസ് വില ഉണ്ട്. ഇവിടെ നിന്ന് 12 രൂപയ്ക്കായി ഈ കൊല്ലം പോകുന്നത്. എല്ലാ പച്ചക്കറിയും ഇങ്ങനെ തന്നെയാണോ? എല്ലാം പച്ചക്കറി ഇങ്ങനെ തന്നെ. വെളുത്തുള്ളി അങ്ങനെ. വെളുത്തുള്ളി നേരത്തെ എടുക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞ് 200 രൂപ ഉണ്ട്, 250 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ എടുക്കുന്ന സമയത്തിൽ വന്നിട്ട് 100 രൂപ പോലും ഇല്ലെന്ന് പറയുന്നു. എന്ത് ചെയ്യാനാ? പേര് മണികണ്ഠൻ. രാമനില്ലല്ലോ. ക്യാരറ്റിന് ക്യാബേജ് 18, ക്യാബേജ് 18, സോയാബീൻസ് അല്ലേ? ആ സാധനം തമിഴ്നാട്ടിലെ തുറയാവുമായിരിക്കും ഏറെക്കുറെ. നിങ്ങൾ ഇവിടുന്ന് ഒരു മാർക്കറ്റിൽ പോകും. ഇവിടുന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അഞ്ചിനുണ്ടായിപ്പോ നമുക്ക് സമയമില്ല. മേളിൽ കയറി പോന്നു. ആ കല്ലൊക്കെ വെച്ച് കെട്ടിയിരിക്കില്ലേ? കൊടുക്ക ചേട്ടാ, ഷോട്ടായി. മറയൂർ മേഖലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഉടുമൽപേട്ട് മാർക്കറ്റിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വില വിവരം നമുക്കൊന്ന് അന്വേഷിക്കാം. എന്ത് ചാനലും തുടങ്ങും അപ്പോഴാണ് ആരോ കാണാം. என்னங்கண்ணா திரும்புங்கண்ணா. அந்த 2 பேர்த்து எடுக்க வச்சு போகல. திருடனுங்க ஒன்னாலாம் பாரு கள்ளமா. ക്യാരറ്റ്, ബീൻസ്, കോസ് ഇത് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ. പിന്നെ വേറെ ഒന്നും വലുതായി ഇവിടെ അതിപ്പോൾ 40 രൂപ വരെയൊക്കെ ഉണ്ട് ക്യാരറ്റ്.
അതെ ബീൻസ് 15-16 ആയിക്കൊണ്ടിരിക്കുന്നു, 20 റുപ്യ വരയ്ക്കും. കോസ് 6 to 12. ഇവിടെ പിന്നെ കൂടും. ട്രാൻസ്പോർട്ട് ചിലവുണ്ടല്ലോ ഇവിടുന്ന്. ഇവിടെ ലേബർ ചാർജ് ഉണ്ട്, പിന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചിലവുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ കൂടും. കിലോ 100 റുപ്യ 2 റുപ്യ കൂടും. ഇനിയും കൂടും. കാരണം ഇവിടെ മഴയില്ല, സാധനം കുറവാണ്, പച്ചക്കറി വരവ് കുറവാണ്, വില കൂടുതലുള്ള സാധ്യതയാണുള്ളത്. பீன்ஸு கேரட்டு அவ்வளோதான். மறையூர் இன்னைக்கு விலை வந்து 50-55, கேரட் 25-30 அவ்வளோ. விலை கூடும். இங்கேருந்து எடுத்துகிட்டு போய் டிரான்ஸ்போர்ட் காஸ்ட்லாம் இருக்குல்ல, அதெல்லாம் வச்சு ஜாஸ்தியாக விலை ஜாஸ்தியாக தான் விற்கும். ഡയറക്റ്റ് എടുക്കുന്നത്. കേരളത്തിൽ കൃഷി ചെയ്ത് വിളവെടുത്ത പച്ചക്കറികൾ ഉടുമ്പൽപേട്ട് മാർക്കറ്റിലെത്തിയപ്പോഴുള്ള വിലയാണ് നമ്മൾ കേട്ടത്. ഇനി ഈ പച്ചക്കറികൾ വീണ്ടും കേരളത്തിലേക്ക്, അവിടുത്തെ വില എന്തെന്ന് നമുക്ക് ചോദിച്ചറിയാം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി തമിഴ്നാട്ടിൽ പോയി തിരിച്ച് കേരളത്തിൽ എത്തുമ്പോഴുള്ള വില വ്യത്യാസമാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. നിലവിൽ പച്ചക്കറിയുടെ വിലയൊക്കെ നിലവിൽ പച്ചക്കറി ഇപ്പോൾ ഓണമായതുകൊണ്ട് കുറഞ്ഞും കൂടി നിൽക്കുന്നു. ഹോൾസെയിലായിട്ട് ബീൻസ് 50 രൂപ, തക്കാളി 20 രൂപ, മാങ്ങ 80 രൂപ, പയർ 50 രൂപ, ക്യാരറ്റ് 40 രൂപ, വഴുതന 20 രൂപ, കത്രിക്ക 20 രൂപ, മുരിങ്ങ 30 രൂപ എന്നിങ്ങനെ വിലവിലങ്ങ് പോകുന്നു. ഇത് ഹോൾസെയിലിൽ ചെല്ലുമ്പോൾ 20 രൂപ മാർജിൻ കൂടി വരും. എല്ലാ കടകളിലും 70-80 തോതിൽ എല്ലാ ഐറ്റവും വിൽക്കും. നേരിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാവുന്നതല്ലേ ഏറ്റവും ഗുണമാവുന്നത്? അങ്ങനെ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഗുണം. പിന്നെ ഈ പോണതിൻ്റെ ചിലവ്, വണ്ടി ചിലവ്, ഇതെല്ലാം കൂടി വരുമ്പോൾ പച്ചക്കറി വില വർദ്ധിക്കും. എപ്പോഴും നമുക്ക് സർക്കാർ നേരിട്ട് ഇടപെട്ട് നേരിട്ട് ഇവിടെ നമ്മുടെ വിപണിയിൽ തരുവാണെങ്കിൽ വില കുറച്ച് വിൽക്കാൻ സാധിക്കും. മറയൂരിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സർക്കാർ നേരിട്ട് സംഭരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിപ്പോഴും അവതാളത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾ അമിത വില കൊടുത്ത് തന്നെ പച്ചക്കറി വാങ്ങേണ്ട ഗതികേടിലാണ്. തൊടുപുഴയിലെ മാർക്കറ്റിൽ നിന്നും VS ഹൈദർ അലി, റിപ്പോർട്ടർ.